മലപ്പുറം മണ്ണാർമലയിൽ പുലിഭീതി തുടരുന്നു. 2 ദിവസമായി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് പുലി. പുലിയെ പിടിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇന്നലെ രാത്രിയോടെ പുലി എത്തിയതോടെ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലവിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. വനം വകുപ്പ് നീതി പാലിക്കുക. മനുഷ്യർക്ക് വില കൽപ്പിക്കുക. അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ ഈ പുലിയുടെ വിഷയം ഏതാണ്ട് ആഴ്ചകളോളം അല്ലെങ്കിൽ അതിലും അധികം കാലമായി തുടരുന്നതാണ്. ഒരേ സ്ഥലത്ത് നിരന്തരം പുലി വരുന്നത് നിരവധി CCTV ദൃശ്യങ്ങളിൽ നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീടിന് മുകളിൽ പുലി വന്നു പോകുന്നതും പാറയ്ക്ക് മുകളിൽ പുലി വന്ന് കാത്തിരിക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ നിരന്തരം നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ തുടർച്ചയായി 2 ദിവസം പുലി ജനവാസ മേഖലയിൽ തന്നെ തുടർന്നിട്ടും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ എന്തെങ്കിലും ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നാരോപിച്ചാണ് നാട്ടുകാരുടെ സമരം. ഇത്തരത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് നിലപാടാണ് വനം വകുപ്പ് അവിടെ സ്വീകരിക്കുന്നത്? നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? അതില്ല, നാട്ടുകാർ ഏറെ ആശങ്കയോടെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി ഈ ഒരു മേഖലയിൽ പുലി എത്തി. മണ്ണാർമലയിലെ ഈ ഒരു പാറയുടെ മുകളിലേക്ക് പുലി എത്തുന്നുണ്ട്. ഈ 6 മാസത്തോളമായി പുലിയുടെ ഒരു സ്ഥിരം സഞ്ചാര കേന്ദ്രമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നാൽ ഈ ഒരു 2 ദിവസമായാണ് 2 ദിവസം തുടർച്ചയായി ആദ്യമായാണ് ഈ പുലി ഒരു സെയിം സ്ഥലത്ത് ഈ സ്ഥിരം സ്ഥലത്തേക്ക് എത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുലി അവിടെ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പുലി റോഡ് ക്രോസ് ചെയ്ത് ഈ ഒരു പാറപ്പുറത്തേക്ക് എത്തുന്നു. ഈ പാറപ്പുറത്തിന് സമീപത്താണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കൂട് വെച്ചിരിക്കുന്നതും എന്ന് മാത്രമാണ് ഏറ്റവും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി എന്ന് പറയുന്നത്. പിന്നീട് ഈ 6 മാസത്തോളമായി 12 തവണയാണ് പുലി ഈ CCTV ദൃശ്യങ്ങൾ കുടുങ്ങിയത്. നാട്ടുകാർ പിരിവിട്ട് അവരുടെ സുരക്ഷയ്ക്കായി അവരുടെ ഭീതി ഒന്ന് അകറ്റാനായി നാട്ടുകാർ പിരിവിട്ടാണ് ഇവിടെ CCTV സ്ഥാപിച്ചത്. പുലി ഈ ഒരു സെയിം സ്ഥലത്തേക്ക് എത്തുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് എത്തി കൂടിലേക്ക് നോക്കുന്നു. CCTV ഈ കൂടിന് സമീപത്താണ് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൂടിലേക്ക് പുലി നോക്കുന്നു. പിന്നീട് പുലി മാറിപ്പോകുന്നു. അത് മാത്രമാണ്. എന്നാൽ ഈ കൂടിലേക്ക് പുലി കയറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ആശങ്കയിലാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നടപടി എന്ന് പറയുന്നത് ഈ ഒരു കൂട് സ്ഥാപിക്കുക മാത്രമാണ്. അല്ലാതെ അവിടെ ക്യാമ്പ് ചെയ്യുകയോ പുലിയെ പിടികൂടാനുള്ള മറ്റ് കാര്യങ്ങൾ നോക്കുകയോ ഒന്നും വനം വകുപ്പ് ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുലിയെ പിടികൂടാനായി ഇവിടെ കൂട് സ്ഥാപിക്കുക മാത്രമാണ് വനം വകുപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ പെരിന്തൽമണ്ണയിലെ പ്രധാന റോഡാണ് നാട്ടുകാർ ഇന്ന് ഉപരോധിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ടായി. പോലീസ് അവരെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമം നടത്തി. എങ്കിലും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് നാട്ടുകാർ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ പെരിന്തൽമണ്ണയിലെ പ്രധാന ആശുപത്രികളും മറ്റും ജോലിക്കും സ്കൂളും ഒക്കെ ജോലിക്ക് ആവശ്യത്തിനും സ്കൂളിനുമൊക്കെ പോകാനായി വിദ്യാർത്ഥികളൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന റോഡാണ് നാട്ടുകാർ ഇന്ന് ഉപരോധിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയാണ് നാട്ടുകാർ ഇപ്പോൾ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും 2 ദിവസത്തിനകം ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് ക്രോസ് ചെയ്തെത്തുന്ന ഒരു പുലി ഈ പാറമടയിലേക്ക് സ്ഥിരമായി എത്തുന്നതാണ്. ഈ സ്ഥിരമായി എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇവിടെ പിരിവിട്ട് CCTV സ്ഥാപിച്ചത്. കൂടിന് സമീപം CCTV സ്ഥാപിക്കുകയും ചെയ്തു. ആ CCTVയിലേക്ക് ആ കൂടിലേക്ക് പുലി നോക്കുന്നു. അതായത് ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ പ്രദേശത്തേക്ക് പുലി വരുന്നു, അവിടെ ഇരിക്കുന്നു, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുന്നു, ഈ കൂടിലേക്ക് നോക്കുന്നു, പിന്നീട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 6 മാസത്തോളമായി പുലിയുടെ ഈ സഞ്ചാരം തുടരുകയാണ്. 12 തവണയാണ് CCTVയിൽ കുടുങ്ങിയത്. ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് വനം വകുപ്പിന് നാട്ടുകാർ കൈമാറിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം വനം വകുപ്പ്
ക്യാമ്പ് ചെയ്ത് കൂടി സ്ഥാപിക്കുക മാത്രമല്ല വനം വകുപ്പ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ പുലിയെ പിടികൂടാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. വരും ദിവസങ്ങളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ പുലിയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സ്കൂളിൽ അയക്കാൻ വരെ രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് വളരെ ഭയമാണെന്നാണ് നാട്ടുകാരുടെ പ്രധാന പ്രതികരണം എന്ന് പറയുന്നത്. ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടാനുള്ള ഒരു ഭയമുണ്ട്. ഒപ്പം തന്നെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ വിടാനുള്ള ഒരു ഭയമുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ പുലിയെ എത്രയും വേഗം പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതുല്ല. ശരി ഫൈസൽ, മലപ്പുറം മണ്ണാർമലയിൽ എന്തായാലും പുലി ഭീതി അയവില്ലാതെ തുടരുകയാണ്. തുടർച്ചയായി 2 ദിവസം പുലി ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നത് സ്വാഭാവികമായും നാട്ടുകാരിൽ ഇത്തരത്തിൽ കുട്ടികളെ പുറത്തുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഭീതി സൃഷ്ടിക്കും. ഒറ്റയ്ക്ക് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. എന്തായാലും വനം വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.